എനിക്ക് ആ മാല തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം വേണ്ട, അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നതാ. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരയണ്ട, ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? 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 കഴിഞ്ഞ തവണ എലീന എന്നെ കാണാന്നപ്പോ വീട്ടിൽ രേഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ പറഞ്ഞേ? മാളിയേക്കൽ അവറ പത്രോസ് ചെറിയൻ. മാപ്പ് ചെറിയൻ എന്ന് വിളിക്കും. എന്റെ പേര് എലീന ചെറിയൻ എന്നല്ലേ. ചേട്ടൻ അറിയാതെ ഒറ്റയ്ക്കാ ഞാൻ വന്നത്. അവനെ കണ്ട എലീനയുടെ സഹോദരനാണെന്ന് പറയില്ല. തന്ത വേറെയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനല്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും, അതും വല്ല തെണ്ടിത്തോട്ടി. തെണ്ടിത്തോട്ടി തന്ത, തെണ്ടിത്തോട്ടി തന്തയ്ക്ക് പറഞ്ഞവൻ. പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറഞ്ഞവന്റെ. തെണ്ടിത്തോട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല, പന്നി. ആ പന്നിയുടെ പേര് മാപ്പ്, അവന്റെ അപ്പന്റെ പേര് ചെറിയാൻ, അപ്പൂപ്പന്റെ പേര് അതെ. പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആരുടെ തന്തയാ തെണ്ടി? എന്റെ തന്തയാ തെണ്ടി. പോരെ പോരാ, എന്റെ തന്ത തെണ്ടി, തോട്ടി, പട്ടി, പന്നി. അപ്പൊ താൻ? ഞാൻ തെണ്ടിയുടെ മോൻ, തോട്ടിയുടെ മോൻ, പട്ടിയുടെ മോൻ, പന്നിയുടെ മോൻ. ഞാൻ അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ, എന്റെ അച്ഛൻ മഹാത്മാവ്. ഇനി താരുടെ ഈ തന്തയ്ക്ക് പറയോ? ഇല്ല, ഞാൻ ആരുടെയും തന്തയ്ക്ക് പറയില്ല. ഇനി താൻ എന്റെ പെങ്ങളെ കയറി പിടിക്കോ? ഇല്ല, ഞാൻ ഇനി അവളെ കാണുക പോലും ഇല്ല. കണ്ടോന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? ഇപ്പൊ എന്നെ വിട്ടേരെ. താങ്ക്സ്. ആരൊക്കെ വന്നിരിക്കുന്നു അച്ഛാ? ആര് വരാനാ ഇപ്പൊ ഇവിടെ? ആരാ? ആരാ? ഞാനമ്മേ. ദേവൂട്ടിയോ? മറന്നിട്ടില്ല, അമ്മേനെ മറന്നിട്ടില്ല. വർഷങ്ങൾ കുറെ ആയില്ലേ, എന്തേ പെട്ടെന്ന് അമ്മയെ ഓർക്കാൻ? അച്ഛാ, അച്ഛൻ അറിയാലോ ഡൽഹിയിലെ കാര്യങ്ങള്. IFS ആണ്, സെക്രട്ടറി ആണെന്നൊക്കെ പറയാന്നേ ഉള്ളൂ. എന്നെയും കുട്ടികളെ ഒന്നും കാണാൻ പോലും നേരമില്ല രാമേട്ടന്. രാമേട്ടൻ ഇങ്ങ് വന്നേ. കാലയിലൊന്നും പിടിച്ച് വലിക്കണ്ട. അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാൻ അതൊക്കെ ഇക്കാലത്ത് ദൈവത്തിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാ. വല്യമ്മേ, ഇതാരാ? ഏട്ടത്തി മറന്നോ എന്റെ മോളെ? മാധവനും വന്നോ? എന്താ എല്ലാരും ഒരുമിച്ച്? അമ്മേ, ഇതാരാണെന്ന് അറിയോ അമ്മയ്ക്ക്? എന്റെ മോളാ ശാലിനി. ചേച്ചി, ഇനി ഒരാളും കൂടി ഉണ്ട് ഇവിടെ. ഭവാനിയാ? ആ, നിക്ക്. ആദ്യം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ. പാണ്ഡവരാണോ അതോ കൗരവരാണോ വന്നിരിക്കുന്നതെന്ന് ഈ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും മനസ്സിലാകുന്നില്ല. ഏട്ടന് മനസ്സിലാവുന്ന വിധം ഞാൻ പറയാം. ഇവിടെ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ആദ്യം കുഞ്ഞുണ്ണേട്ടിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം ആരൊക്കെ ഉണ്ടെന്ന്. എനിക്ക് കുഞ്ഞിലേ കണ്ട ഓർമ്മയുള്ളൂ. കുഞ്ഞുണ്ണി വന്നല്ലോ. ആ, കുഞ്ഞുണ്ണി വന്നോ? നീങ്ങി വന്നേ, എന്നിട്ട് പറ ഇതാരൊക്കെയാണെന്ന്. ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആ, എനിക്കറിയില്ല. കുഞ്ഞുണ്ണി, നിനക്ക് എന്നെ മനസ്സിലായോ? നീ ഇങ്ങ് അടുത്ത് വാ. ഏതായി പട? റിലേറ്റീവ്സാ. ഇവർക്കൊക്കെ കണ്ണ് കാണാവോ? കാണാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? കുഞ്ഞുണ്ണി ഇനി വന്നേ. കുഞ്ഞുണ്ണി, എന്താ?
നിനക്കാരെ മനസ്സിലാവണില്ലേ? നീ കുഞ്ഞായിരുന്നപ്പോ കണ്ടതല്ലേ ഇത്? മാധവൻ, അച്ഛന്റെ അനുജൻ. ഓരോരുത്തരും ആരൊക്കെയാണെന്ന് അവരവർ തന്നെ പരിചയപ്പെടുത്തിക്കോളൂ. ഞങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറയാം. ഞാൻ നിന്റെ അപ്പച്ചി, അച്ഛന്റെ രണ്ടാമത്തെ പെങ്ങള്, അത് നിന്റെ വല്യപ്പച്ചി. ആരുക്കൊരൊക്കൊരൊക്കോ ഞാൻ ഇറങ്ങിയിട്ട് ഇറങ്ങ്, അല്ലെങ്കിൽ കുതിര മുകളിലേക്ക് പൊന്തൂട്ടാ. ഇതാണ് വീട്. ചെന്ന് കയറിയ ഉടൻ ഗോവിന്ദൻകുട്ടി എവിടെയെന്ന് ചോദിക്കുക. കണ്ടു കിട്ടിയ അവനെ ദിങ്ങനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് പിടിച്ച് ഈ വിരല് ദിങ്ങനെ പിടിച്ച് അവന്റെ പള്ളക്ക് 2 പട്ടാണിക്കുത്താണ് കുത്ത. അപ്പൊ അവൻ ഞാൻ കുഞ്ഞുണ്ണിയല്ല ഉറക്ക നിലവിളിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കേൾക്കണം. അത് ഞാൻ ഏറ്റു. അവസാനം ഒരു ചെറിയ പോലീസുകാരുടെ പോലെ വളവളാണ്. നല്ല പൊതുവാണ് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇതേതാ ഈ പെൺകുട്ടി? അവൻ തന്നെ പറയട്ടെ. കുഞ്ഞുണ്ണി പറഞ്ഞു കൊടുക്ക് ആരാന്ന്. നാണിക്കണ്ട മോനെ, പറഞ്ഞോ. ഇയാളെന്താ ഇന്ന് വേർക്കുന്നേ? നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തെങ്കിലും ഒന്ന് പറയടോ. കുഞ്ഞുണ്ണി, നിന്റെ ശബ്ദം ഒന്ന് കേക്കട്ടെ. കുഞ്ഞുണ്ണി, എന്താ നിനക്ക്? കുഞ്ഞുണ്ണി, തന്നോടാരാ അവിടെ കയറി വരാൻ പറഞ്ഞത്? ആദ്യം നീ നമ്പീശനും തമ്മിൽ എന്താ ബന്ധം എന്ന് പറ. കുറെ നാളായല്ലോ ഈ ചിങ്കാരം തുടങ്ങിയിട്ട്. That's none of your business. എനിക്ക് അറിയേണ്ട ബിസിനസ് ആണ്. കക്കാനും മോട്ടിക്കാനും ഞാനും കൂടെ നിന്നല്ലേ. എന്നിട്ട് ഇപ്പൊ പേടിച്ച് ഒളിച്ചു കഴിയാ. ആ കാശ് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ. ആണല്ലോ? അതെ, പറഞ്ഞുതരാം. ദാ കേട്ടോ, നമ്പീശനാണ് തോമാച്ചന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. ആ പണം എവിടെ ഉണ്ടെന്ന് അയാൾക്കേ അറിയൂ. അത് കണ്ടുപിടിക്കാനും ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. കേറി വന്ന് എല്ലാം തൊലച്ചില്ലേ? ഞാനാ? പിന്നെ ഞാനോ? ഇന്ന് അയാളത് പറയാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും അവിടെ വന്ന് എന്നെ നശിപ്പിച്ചു. ഇനിയോ കാശങ്ങ് മറന്നേക്കാം. അയാൾ എന്നെ എന്നെ ശിക്ഷിച്ച എല്ലാ നായന്റെ മക്കളെ കൊന്നിട്ട് ഇടിച്ച കാറുകാരനെ കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. ഇതവനല്ലേ? ചത്ത ഇവൻ. എടാ പൊട്ടനെ ചെട്ടി വെച്ച ചെട്ടിയെ ദൈവം ചതിക്കും. പേരും ഇങ്ങനെ ചത്തോട്ട് തോന്നുന്നു. അപ്പൊ നീ ചത്തിട്ടില്ലല്ലേ? ഇയാളെ പിടിക്ക് വടി മുത്തി പിടിച്ച് നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരടാ ഗോവിന്ദൻ പട്ടി. हेलो हाँ यार वही तो बोल रहा है वो जो लेलैंड में जो हम लोग पार्ट बदली कर रहा है ना वैसे इसका भी स्पेयर पार्ट बदली कर रहा है। बोलता है किडनी खराब हो गया उसका ब्रेकडाउन हो गया है और बोलता है जो है ना उसके लिए बहुत खर्चा होगा। तू उसी मार्केट में जाके उसका दाम पूछ लेना और जहाँ वो जरा अबे जब हम बात कर रहा तू क्या यार बीच में आता है? अरे तुझको इसका कोई सीरियसनेस मालूम हो रहा है क्या? हेलो तो मार्केट में जाके पूछना और हम हेलो दे बे इधर हेलो हेलो हाँ इसकी तो आज में हेलो हेलो हाँ यार सुरजीत मैं जो बता रहा था ना तुमको स्पेयर पार्ट। हाँ यार वही तो किडनी के बारे में वो स्पेयर पार्ट था 25,000 बोल दिया। वो क्या करेगा हमने? हेलो 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 ഇത് ഞാനാ ഹലോ നമ്പീശ. ഇത് കൊണ്ടാറണെങ്കിലായിട്ട് ഹലോ അമ്പരാനും അയാളുടെ അളിയനും അയാളുടെ മരുമക്കളും എല്ലാവരും കൂടി ഉണ്ട്. ഇന്നത്തോടുകൂടി എല്ലാം തീർക്കണം. ആ ശരി ശരി. ഹലോ ഈ തലയെ കെട്ടി ഞാൻ ജയിലിൽ പോകും. ഹലോ ഹലോ ഇത് ഞാനാ രാധിക. ഹേയ് കണ്ണു തുറക്ക്, ഞാനാണെന്ന്. അവനെവിടെ? ശിവരാമൻ? എനിക്കറിയില്ല, ഞാൻ ഇവിടെ പോയി അന്വേഷിക്കാനാ. ഇപ്പൊ തന്നെ എന്തൊക്കെയോ കുത്തി കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും പാതാളത്തിൽ പോയി അവനെ കണ്ടുപിടിച്ചോണ്ട് വാ. എവിടെ കണ്ടുപിടിക്കും? അവന്റെ അമ്മയുടെ 16 അടി. ആ പൾസ് നോർമലാ. വല്ല ഹെമറേജോ മറ്റോ ഉണ്ടോന്നൊന്നും പിടികിട്ടുന്നില്ല. ചിലപ്പോ ഒരു ബ്രെയിൻ സർജറി വേണ്ടി വരും. സർജനെ പേ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാവാം ഓപ്പറേഷൻ. ഓപ്പറേഷൻ നമ്പീശ എവിടെ എവിടെ അവൻ? എന്റെ കൂടെ വാ. നേരെ പോയാ മതി. എന്റെ ഈശ്വരാ, ഈ തലക്കെട്ടുകാര് ഫ്ലാസ്കും
हाँ हेलो ഇവൻ എന്താ ഇവിടെ കുട്ടി എന്താ ഇവിടെ എന്നാ ചോദിച്ചത്? അവൻ അവന്റെ അച്ഛന്റെ പ്രസവം ഇന്ന് ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. ഞാനുണ്ട് കൂടെ. പെങ്ങളെ ഗോവിന്ദൻകുട്ടിന്റെ ഒരു ഗോവിന്ദൻകുട്ടി നയാ ആത്മീയ അഡ്മിറ്റ് കരായ കിതറേ എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി, എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ തോളെ കൈയിട്ട് ഇറക്കാനുള്ള പരട്ട പന്നി. പിന്നെ സർജറി വേണോ വേണ്ടെന്ന് ഉടനെ അറിയാം. ഏതായാലും തല ഷേവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഇതെന്താ ബാർബർ ഷോപ്പാ? കട്ടിംഗ് ഷേവിംഗും ഒക്കെ. ബ്രെയിൻ ഓപ്പറേഷന് മുമ്പ് തല ഷേവ് ചെയ്യേണ്ടി വരും. അയ്യടി, എന്നാ പിന്നെ കഴുതേക്കൂടെ വിളി. തല മുട്ട അടിച്ച് പുള്ളി കുത്തി ഞാൻ അതിന്റെ പുറത്ത് കയറി പോവാം. കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞോ ഈ ഏടാകുടത്തിനൊക്കെ പോവാൻ ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ദൈവമേ, ശിവരാമൻ എവിടെ പോയി കിടക്കുന്നു? അവരിപ്പോ ഇനി വന്ന് ഷേവിംഗ് അങ്ങ് തുടങ്ങും. क्या हुआ? ये आदमी तो पागल हो गया है, इसने डॉक्टर पर हाथ उठाया। എന്ത് പറ്റി ഡോക്ടർ? ആ ഇയാൾക്ക് പ്രാന്ത. വെറുതെ കിടന്ന് വഴിയെ പോകുന്നവരൊക്കെ തെറി വിളിക്കുക. എന്നെ തല്ലി. ഇഞ്ചക്ഷൻ കൊടുക്കാൻ വന്ന നഴ്സിനെ കുത്താന്ന് വിളിച്ചു. പോക്കിരി തരത്തിനൊരു അതിരില്ലേ? അവിടെ കിടക്കട്ടെ. നീ 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ. അച്ഛാ, എന്താ ഇത്? कहीं मत जाना। ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. അയ്യോ മാറ്റു. ഡേയ്, ഇവനെ ഈ നമ്പീശൻ ആവിയായിട്ട് മേലെ പോയോ? പോടാ. എന്റെ ഈശ്വരാ. ഈ നമ്പീശൻ എവിടെ പോയി? നമ്പീശ, നമ്പീശ. ഓ, ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണ്ടല്ലോ. എവിടേക്കിത്? നമ്പി, നമ്പി. ഏട്ടൻ ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ. ഒപ്പന്തിന്? ഓപ്പറേഷൻ ഇടയില് ആള് മരിച്ചു പോയാ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് വരുത്താൻ വേണ്ടപ്പെട്ടവർ ഒപ്പിട്ട് കൊടുക്കണം. മതി. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. പോലീസല്ല, പട്ടാളമല്ല, ആര് വേണമെങ്കിലും ഒന്ന് പിടിച്ചോട്ടെ. എന്റെ തല വെട്ടിക്കീറാൻ ഞാൻ അവന്മാരെ സമ്മതിക്കത്തില്ല. അതങ്ങ് കയ്യിൽ വിൽക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ എന്ന് പറയാൻ പോവാ. ഞാൻ മഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും ഒന്നും അല്ലെന്ന്. കൂടുതലൊന്നും പറയണ്ട. എന്താപ്പോ നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു നിന്റെ തലയിലേക്ക് വീടാൻ പോവാ. ചമ്മന്തി പരിവായി പോടി. തിയേറ്റേഴ്സ് റെഡി സർ. ഓപ്പറേഷന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. കാണാലോ. എവിടെ എന്റെ കുഞ്ഞുണ്ണി? ഞാൻ കുഞ്ഞുണ്ണിയല്ല, നിങ്ങളുടെ കൊച്ചോനുമല്ല. പിന്നെ ഞാൻ ഗോവി. ആരാത്? ആരാണെന്ന്? എന്റെ ഒരു ഫ്രണ്ടാ ചാച്ചാ. എന്റെ കൂടെ അമേരിക്കയിലുണ്ടായിരുന്നാ. ഡോക്ടറാ. ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മുടെ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിരുന്നേ. പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോ എനിക്ക് ബോധം പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്നു. അമേരിക്ക വെച്ച് ഇതൊരു പ്രാവശ്യം എനിക്ക് ബോധം പോയപ്പോ ഇവനെ വന്ന് രക്ഷിച്ചത്. ഭാഗ്യം ഇപ്പോഴും ഇവിടെ വന്ന് മരുന്ന് വന്ന് രക്ഷിച്ചു. ഈശ്വര, രാധികയില്ലേ ഇവിടെ? ഉണ്ട്. രാധിക അറിയോ ഡോക്ടർ ഗോപിയെ? അറിയും. ആ, ഡോക്ടർ ഗോപിയുടെ മുഴുവൻ പേരെന്താ? ഗോപിയാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. ആ, ഗോപാലകൃഷ്ണൻ. സാക്ഷാൽ ഭഗവാന്റെ പേരല്ലേ? അതാ ഇത്ര കൈപുണ്യം. മരുന്ന് രണ്ടും കിട്ടി. ഒന്ന് സ്കാൻ ചെയ്യണം. മരുന്നും മന്ത്രമൊന്നും വേണ്ട. ഈശ്വരൻ എന്റെ സേതുവിന്റെയും പ്രാർത്ഥന കേട്ടു. കുഞ്ഞുണ്ണിയെ രക്ഷിച്ചു അല്ലേ? അതെ, ശരിക്കും ഈശ്വരൻ തന്നെ രക്ഷിച്ചത്. അതെ. അല്ല, ബോധം കെട്ട് കിടന്ന ആൾ എണീറ്റ് നിന്നോ? അതെ, ദൈവം ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ രൂപത്തിൽ അവതരിച്ചു. ഞാൻ അവരെല്ലാം പോയി വിളിക്കട്ടെ. ഞാൻ പോയി അമ്മായി അറിയിക്കാം. നന്നായി. ഇനി എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിന് ആവശ്യമില്ലല്ലോ. ജസ്റ്റ് എ സെക്കൻഡ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എവിടെ ഡോക്ടർ? എവിടെ? ആ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കും. താങ്ക്സ്. നീ വീട്ടിലോട്ട് പോ. അതെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈശ്വര, താൻ ഇവിടെ പോയി കിടക്കായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം? എനിക്ക് 1233 പ്രശ്നമുണ്ട്. എല്ലാം തന്നോട് പറയണമെന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം തീർക്കടോ. ആ ഗോവിന്ദൻ കുട്ടിയുടെ കൂടെ ഒരു ഫ്രോഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്.
അതാ അവിടെയാ ഒബ്സർവേഷൻ റൂം. ആദ്യം ആ ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ ചെറ്റയിൽ ഇങ്ങോട്ട് തപ്പിയെടുക്കുക. മരിക്കണേന് മുമ്പ് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ഒരു പിടി മണല് വാരി അവന്റെ മർമ്മസ്ഥാനത്ത് ഇടുക. എന്നിട്ട് അതിന് കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് തിരിക്കുമ്പോ കുമ്മാരി പൂജാരി. അതൊരു രസാ. ഏത് യൂണിവേഴ്സിറ്റി മെഡിസിൻ പഠിച്ചെന്ന് പറഞ്ഞു? ഞാൻ അല്ല, ഏത് യൂണിവേഴ്സിറ്റി? ഏത് സ്ഥലത്തോട്ടാണെന്നോ എല്ലാരും കൂടെ അവൻ എന്താ അവന് പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വിളിക്കണോ? ആരാ അത്? നമ്മുടെ നമ്പീശനാ. എന്താ നമ്പീശ? പറ.